ശിവേ സർവാത്മസാധികേ. അപ്പോൾ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുന്ന് പറയണ്ട, അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിച്ചറിയാം. നല്ല കാടല്ലേ. ദക്ഷൻ ശിവനോടുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. സതീദേവി യോഗാഗ്നിയിൽ ദഹിച്ചു. അതിന് കാരണം എന്താ വെച്ചാൽ, എവിടെ എത്തി? അക്കരെ കൊട്ടിയൂർ. എവിടെ എത്തി? ആ, അക്കരെ കൊട്ടിയൂരെത്തി. എവിടെയാ പോകുന്ന ശശി? വീടല്ലേ? നടന്നു പോവല്ലേ? ആ, അവിടെ കുറച്ച് ഇറക്കി കിട്ടല്ലേ? നമുക്ക് ഈ പാലത്തെ കൂടെ അപ്പുറത്തോട്ട് പോവല്ലേ? പണ്ട് ഇതിലേ പോവായിരുന്നല്ലേ? ഇതിലേ ഇപ്പം വെള്ളത്തിലൂടെ പോണ്ടല്ലോ. അതിലെ വീണ്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങണം. വെള്ളത്തിൽ അത് ഇതിലെ കൂടെ തന്നെ പോവാല്ലേ ആശിക്കുട്ടാ? നമുക്ക് പോവാ. അതിലേ പോരെ. ആശിക്കുട്ട വരുന്നില്ല. അവരുണ്ടാവും. ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. കുളിച്ചിട്ട് കയറാം. കുളിച്ചിട്ടാണ് കയറേണ്ടത്. അപ്പോൾ കുളിച്ചിട്ട് കയറാം അല്ലേ? കുളിക്കുന്ന എടുക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഈ വഴിക്കും വരാം കേട്ടോ, അമ്പലത്തിലേക്ക്. ഇത് മന്നഞ്ചേരിയിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. കാല് കഴുകണം. നമുക്ക് അക്കരയ്ക്ക് പോട്ടെ. അക്കരയ്ക്ക് പോവല്ലേ? അപ്പൊ ആശുക്കുട്ട പോവാ. ആ, നീ ഊരി. അപ്പൊ ആശുക്കുട്ടൻ ഊരി. ആ, വായിച്ചു ഊരി.
ഇതൊന്ന് കൊട്ടേരിക്കാവ്. ആശിക്കുട്ടിന് മുന്നേ വന്നത് ഓർമ്മയുണ്ടോ? ഏ അറിയാ? ആഹാ. ഏ ആ ഓഹോ. അപ്പോൾ ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടുന്ന് പറയണ്ട, അവിടെ ചെന്നിട്ട് നമുക്ക് ചോദിച്ചറിയാം. നല്ല കാടല്ലേ? കഴിഞ്ഞോ? ഇതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക, കയ്യാലകളല്ലേ? ഓരോ കയ്യാലകൾ എന്നാണ് പറയുക. ഒറ്റപ്പിലാൻ ഇവിടെ ഉണ്ടല്ലോ. ദൈവസ്ഥാന ആന അവിടെ നിൽപ്പുണ്ടല്ലേ? ആനക്കുട്ടൻ അവിടെ നിൽപ്പുണ്ട് അല്ലേ ആശുകുട്ട? ആനക്കുട്ടൻ അവിടെ നിൽപ്പുണ്ടല്ലേ? അപ്പോൾ ഇവിടെ വഴിപാട് കൗണ്ടറുണ്ട് കേട്ടോ. വഴിപാട് കൗണ്ടറുണ്ട്. അപ്പോൾ എന്നോട് ആരോ ചോദിച്ചായിരുന്നു വഴിപാട് കൗണ്ടറിൻ്റെ കാര്യം. ആനയെ കിട്ടുന്ന സ്ഥലം. ചാച്ചിക്കൂട്ട നമ്മൾ അവിടെ നിന്ന് ഏതാ കണ്ടാനുണ്ട്? നമ്മളവിടുന്ന് കണ്ട ആനയല്ലേ അത്? എന്താ സത്യമോ? ഞാനേ നമ്മളങ്ങനെ എവിടെ എത്തി? അക്കരെ കൊട്ടിയൂർ. എവിടെ എത്തി? ആ, അക്കരെ കൊട്ടിയൂരെത്തി. നമ്മളിപ്പോൾ ഈ വഴിക്ക് പുറകിലൂടെയുള്ള വഴിക്ക് വന്നുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വരുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തു കൂടിയാണ്, നേരെ സെൻട്രലിലൂടെയാണ് വരിക കേട്ടോ. ആണല്ലേ? ഇവിടെ ഒരു വഴിപാട് കൗണ്ടർ ഉണ്ട് കേട്ടോ. ആ കാണുന്ന ഒരു നീല ഇത് വരിച്ചതിനകത്ത് നമുക്ക് ശുദ്ധജലം കിട്ടും അല്ലേ? എല്ലാം പ്രസാദമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്, വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഇത് പകലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമുണ്ടായാൽ. തിടപ്പള്ളി ദേഹണ്ണക്കാർ, പാലോന്നം, അങ്ങനെ അല്ലേ ആശിക്കുട്ട? അങ്ങനെ ഓരോ സ്ഥാനം ഉള്ളവർക്ക് താമസിക്കാനുള്ള ഓരോരോ
വീടുകളാണിത്. അതിന് ഇവിടെ ഒരു കയ്യാല എന്നാ പറയുക, കയ്യാല. അപ്പം നമ്മളിപ്പോൾ കൊട്ടിയൂരമ്പലത്തിൽ ഇവിടെയാണ് ഉള്ളത്. അപ്പം ഞാൻ ഈ ഓടപ്പൂവിൻ്റെ ഐതിഹ്യം ചോദിക്കാനായിട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ഒരു വെല്ലിച്ചനുണ്ട്, നമ്പൂതിരി. അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ചറിയാം ഓടപ്പൂവിൻ്റെ യഥാർത്ഥ ഐതിഹ്യവും കൊട്ടിയൂരിൻ്റെ ഈ ഉത്സവത്തിൻ്റെ കഥകളും ഒക്കെ. അല്ല ശിക്കുട്ട? ദക്ഷൻ ശിവനോടുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗത്തിൽ ശിവന്റെ പത്നിയായ സതീദേവിയെ ഒഴികെ ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു, സഹോദരിമാരെ. സതീദേവിയെ മാത്രം ക്ഷണിച്ചില്ല. അപ്പോൾ സതീദേവി ഈ സഹോദരിമാരൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടു. വേറെയും പലരും നല്ല വേഷത്തിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരമാണ് അറിയുന്നത്. നീ വരുന്നില്ലേ എന്ന് ചോദിച്ചു ഒരിടത്തി. അപ്പോൾ പറഞ്ഞു, അത് എന്നോട് ഒന്നും പറഞ്ഞ് ഞാൻ അറിയില്ല, പിന്നെ ഇങ്ങനെയാണ്. ആ അച്ഛൻ്റെ അടുക്കല്ലേ, അപ്പോൾ അതിന് ക്ഷണിക്കൊന്നും വേണ്ടല്ലോ, നീ വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഭർത്താവിനോട് ചോദിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ശിവനോട് ചോദിക്കാൻ പോയി. ചോദിച്ചു. അപ്പോൾ ശിവൻ പോകണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ പോകുന്നത് ഗുണകരമല്ല, കാരണം എന്നോട് വിദ്വേഷമുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ പോകുന്നത് അത്ര ഗുണമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. പോകണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ പോയാൽ വല്ലതും സംഭവിക്കുമെന്ന് ശിവന് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനിടയുണ്ട്. ഇനി പോകണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് മരണം സംഭവിക്കും. ഇതറിയുന്ന ശിവൻ ഒന്നും എതിര് പറഞ്ഞില്ല. ഒടുവിൽ ഇവള് 2-3 പ്രാവശ്യം പുറത്തേക്ക് ഇറങ്ങി, വീണ്ടും പോയി ചോദിച്ചു, വീണ്ടും പുറത്തേക്ക് വന്നു, വീണ്ടും ചോദിച്ചു. അങ്ങനെ അവസാനം ഏതായാലും പോവാ എന്ന് വിചാരിച്ച് പുറപ്പെട്ടു. അപ്പോൾ ഭൂതഗണങ്ങളൊക്കെ ഒരുമിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ അകത്ത് കടത്താൻ തന്നെ ആദ്യം വിസമ്മതിച്ചു. പക്ഷേ എങ്ങനെയോ അകത്ത് കടന്നു. അകത്ത് കടന്നപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. അമ്മ മാത്രം. അമ്മയും ഈ സഹോദരിമാരും അടുത്ത് വന്നു. പക്ഷേ അതും ദക്ഷൻ ഇഷ്ടമല്ല. ദക്ഷൻ മൈൻഡ് ചെയ്തില്ല. അത് വല്ലാതെ വിഷമം തോന്നി. എന്നിട്ട് യോഗാഗ്നിയിൽ ദഹിക്കുക ചെയ്തു. സതീദേവി യോഗാഗ്നിയിൽ ദഹിച്ചു. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ ദക്ഷൻ്റെ പുത്രിയായിട്ട് ദാക്ഷായണി എന്നാണ് എന്നെ എല്ലാവരും വിളിക്കാറ്. ആ പേരിൽ എന്നെ വിളിക്കണ്ട ആരും ഇനി എന്ന് തോന്നിയിട്ട് ആത്മഹത്യ എന്ന് പറയില്ല, യോഗാഗ്നിയിൽ ദഹിച്ചു എന്നാണ് പറയും. അങ്ങനെ ദഹിച്ചപ്പോൾ ആ വിവരം നാരദൻ മുഖേന ശിവനറിഞ്ഞു. ശിവനറിഞ്ഞപ്പോൾ ശിവന് മുൻകൂട്ടി അറിയാം എന്തെങ്കിലും സംഭവിക്കുന്നു. അപ്പോൾ കോപം വന്നു, ജട വരച്ച് നിലത്തടിച്ചു. അതിൽ നിന്നാണ് വീരഭദ്രൻ പിറന്നത്. ആ വീരഭദ്രൻ ഇവിടെ വന്ന് യാഗശാലയിലെ ഈ യാഗം നടത്തുന്ന ആൾക്കാരെ കുറേ പേരെ കൊന്നു. ദക്ഷൻ്റെ കഴുത്ത് വാളുകൊണ്ടല്ല, കഴുത്ത് പിടിച്ച് ഞെരിച്ച് അഗ്നിയിൽ ഹോമിച്ചു. പിന്നെ ഭൃഗു എന്ന ഒരാളാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അയാളുടെ താടി പിടിച്ച് വലിച്ചെറിഞ്ഞു. ആ താടിയാണ് ഈ ഓടപ്പൂ. അതാണ് ഓടപ്പൂ. അത് കുറേ എൻ്റെ വീഡിയോയിൽ കുറേ ആൾക്കാർ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടപ്പോഴും ഈ വർഷം ഇട്ടപ്പോൾ എല്ലാം ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ് ഓടപ്പൂ. അപ്പോൾ പലരും പറയുന്നല്ലേ പറയണേ, വെച്ചത് ദക്ഷൻ്റെ താടി. ദക്ഷൻ്റെ താടി അല്ല, അല്ല, ഭൃഗുവിൻ്റെ താടിയാണ്. ഭൃഗു എന്ന് പറഞ്ഞാൽ ദക്ഷൻ്റെ ഓദിക്കോ എന്ന് പറയാം, വാദ്യാൻ, ഇതൊക്കെ കഴിപ്പിക്കുന്ന ആള്, ഈ യാഗം നടത്തിക്കുന്ന ആള്, പറഞ്ഞു കൊടുക്കാൻ. യാഗം ഇങ്ങനെ ഇന്ന മന്ത്രമാണ്, ഇന്ന് ഇതാണ് ഹോമിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ അതിനൊരാൾ വേണമല്ലോ, അറിയുന്ന ഒരാൾ വേണമല്ലോ. അദ്ദേഹത്തിന്റെ താടിയാണ്, അവരുടെ താടിയാണ് ഇത് ഓടപ്പൂ. അയാളുടെ താടി വലിച്ചെറിഞ്ഞു. പിന്നെ പരിഹസിച്ച് ചിരിച്ച ഒരാളുണ്ട്, അയാളുടെ പല്ലടിച്ച് കൊഴിച്ചു.
അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും വേണ്ടതുപോലെ ശിക്ഷിച്ചു. ആ വാളാണ് ഈ വീരഭദ്രൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളാണ് മുതിരയിലേക്ക് എറിഞ്ഞത്. ആ വാളാണ് വാളാട്ട് ചെന്ന് വീണത്. ആ വാളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ചരിത്രം. അതാണ് ചരിത്രം. പേര് നാരായണൻ നമ്പൂതിരി, പാലോന്ന്. താങ്ക് യു. ആശിക്കോട്ട് ഇതെല്ലാം കാണുന്നുണ്ടോ? രാജീവേട്ടൻ, ആശിക്കുട്ട പോവാണ്. വാച്ച് എവിടെ എവിടെ? അവിടെ കാണുന്നുണ്ടോ നീ? അവിടെ നമ്പൂതിരി, വെല്ലിച്ച നമ്പൂതിരിനെ കിട്ടി. വെല്ലിച്ച നമ്പൂതിരി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടതൊന്നുമല്ല. സംഭവം ഭയങ്കര സംഭവമാണ്. എനിക്കൊരു അഷേ അരുണേട്ടൻ, ഞങ്ങളൊന്ന് ഓടപ്പൂവിൻ്റെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി, അതിൻ്റെ ഐതിഹ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഞാൻ ആ മറ്റേ യദുവേട്ടൻ്റെ ഓടപ്പൂവിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് വ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങുള്ള ആൾക്കാരൊക്കെ ഓടപ്പൂവിൻ്റെ യഥാർത്ഥ ഐതിഹ്യം എന്താണെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ വലിയ നമ്പൂതിരിയാണ്, മുത്തച്ഛൻ വെല്ലിച്ചൻ ആ നമ്പൂതിരിനെ കണ്ടിട്ടുണ്ട്. ഉണ്ണി എന്ന നാരായണ നമ്പൂതിരി സംസാരിച്ചു. എന്നിട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വർക്ക് ഇനി എപ്പോഴാണ്? ഇനിയിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. ഇനി മെയിനായിട്ടുള്ള ചടങ്ങ് ഇനിയിപ്പോൾ ഇളനീരാട്ടമില്ലേ? അന്നുണ്ടൊരു രാത്രിക്കത് ആണല്ലേ? എത്ര മണിക്ക് അത് സമയം ഒരു 10 മണിക്ക് ശേഷം അങ്ങോട്ട് തന്നെ കേട്ടോ. കൃത്യം സമയം പറയാൻ പറ്റില്ല. ഇന്ന് അത്യാവശ്യം നല്ല തിരക്ക്, ഇന്നലെയൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഒരു 3 മണിക്ക് ശേഷം വലിയ തിരക്കില്ല. പക്ഷെ രാവിലെ നല്ല തിരക്കാണ് 2 ദിവസം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ? ശരി, ഓക്കെ, വരുമ്പോൾ കാണാം. ഓക്കെ ഓക്കെ. ആശി അറിയാവോ? അരുണേട്ടനെ അറിയാവോ? എടാ നീ മറന്നാ? നാട്ടുകാരാ ഈ പ്രാവശ്യം ഇവിടെ വേലി കെട്ടിയില്ല അല്ലേ? ഇല്ലില്ല, അത് പിന്നെ കിട്ടുവാ എന്തായാലും. ഫോറസ്റ്റുകാർ ഇന്നലെയൊക്കെ വന്നായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെ അവരോട് കാര്യങ്ങൾ സംസാരിക്കും. അധികം അങ്ങോട്ട് പോകും ആനേന്റെ അടുത്തേക്ക്. ആനേന്റെ അടുത്തോട്ടല്ലേ? അല്ല, ആനയായതുകൊണ്ട് അല്ലേ? എന്നാ പോട്ടെ അരുണേട്ടാ. ശരി. ചേച്ചി അവിടെ വൈഫ് അവിടെ വിട്ടു. ഓക്കെ. അരുണേട്ടൻ്റെ ഒരു പരിപാടി ഇളനീരാട്ടത്തിൻ്റെ അന്നുണ്ട് എന്നാ പറയുന്നത്. രാത്രിയായപ്പം ഭക്തജനങ്ങളുടെ പ്രവാഹത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പം സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്, 8:30 ആവാനായിട്ടുണ്ട്. എന്നിട്ടും ഇനിയിപ്പോൾ രാത്രി ശീവേലി കഴിഞ്ഞോടി. രാത്രി ശീവേലി കാണാനൊക്കെ ആയിട്ട് വിളക്കില്ലായിരുന്നു, ഇപ്പോൾ വിളക്ക് വെച്ചു. പക്ഷെ അതൊക്കെ ഓടല്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ നമ്മൾ തിരികെ അക്കരെ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വഴിക്ക് തന്നെ നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അക്കരെ അമ്പലത്തിൽ പ്രവേശിച്ചു കേട്ടോ. കാരണം നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം, അതായത് എങ്ങനെയാണ് ഓടപ്പൂവിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ള ആ ചോദ്യം അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അകത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം വരാത്തവരൊക്കെ കൊട്ടിയൂരിലേക്ക് വരിക. ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഉത്സവം തുടങ്ങിയിട്ട്. ഇനിയുണ്ട്, ജൂൺ 30 വരെയുണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം. അപ്പം
ജൂൺ 30 ഉച്ച വരെ. മകം. അപ്പം മറ്റൊന്നും പറയുന്നില്ല. ഓടപ്പൂവൊക്കെ വേണമെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ തരും കേട്ടോ. അപ്പം കോണ്ടാക്ട് ചെയ്താൽ മതി. ഓടപ്പൂ ഇവിടെ വന്ന് ഉത്സവം കൂടുന്നവർ മസ്റ്റായിട്ടും ഓടപ്പൂ കൊണ്ടുപോകും. ഓടപ്പൂ എന്താണ് മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ തൂക്കിയിടും, അതുപോലെ തന്നെ വണ്ടിയിൽ തൂക്കിയിടും. ഒരു വർഷം അടുത്ത ഉത്സവം ആകുമ്പോൾ നമ്മൾ അഴിച്ചു കളയും. ഇപ്പോൾ എൻ്റെ വണ്ടിയിലുണ്ടത്, അഴിച്ചു കളഞ്ഞ് പുതിയത് മേടിച്ചിടണം. അപ്പം ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉത്സവത്തിന് കൊട്ടിയൂരിലേക്ക് വരിക. ബൈ.